عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്ലിസിന്റെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലുള്ള മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ സബലീകരിച്ച് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ഉർദാ മജ്ലിസിന്റെ അനുഗ്രഹീതനായ ഗായകൻ നമ്മുടെ റിസ്വാൻ ആലപ്പുഴ അവറുകൾ നമ്മളോടൊപ്പം ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അദ്ദേഹത്തിന് ലീവ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇന്ന് പോകണ്ട, നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഞാൻ മജ്ലിസിൽ കൂട്ടി. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചയൊക്കെയുള്ള ദിവസമല്ലേ, നമുക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അനുസ്മരണ ഗാനവും ആലപിച്ച് അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന മദ്ഹുകളും പാടി ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലി ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നമുക്ക് അനുഗ്രഹീതമാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇന്നത്തെ മജ്ലിസ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിലേക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും പരമാവധി നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എല്ലാ ആളുകളിലേക്കും ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ, നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ നിയ്യത്തുകളൊക്കെ കബൂലാക്കട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സബലീകരിച്ചു തരട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റിസ്വാൻ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബുർദാ മജ്ലിസുകളിൽ സ്വാദിഖ് ഉസ്താദ് ഫാദിലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൂടല്ലൂർ സ്വദേശിയായ സ്വാദിഖ് ഫാദിലി ഉസ്താദ് അല്ലേ, ആ ഉസ്താദിനോടൊപ്പം ഒക്കെ ഒരുപാട് സദസ്സുകളിൽ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിൽ വന്നതിൽ നിന്നും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് അല്ലാഹു തആല എത്തിക്കുകയാണ്. ഉന്നതങ്ങളിൽ അല്ലാഹു എത്തിക്കട്ടെ. എല്ലാവിധ നാഫിയ ഇൽമും അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും സബലീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല മദ്ഹ് ഗാനങ്ങൾ അദ്ദേഹം ആലപിക്കും. മുൻപ് ഒരു ദിവസം വന്നിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ അത് കുറച്ച് നേരത്തേക്ക് ഞാൻ അല്പം മാറി നിൽക്കുകയാണ്. അപ്പൊ ഉസ്താദ് നിങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനവും അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുസ്മരണ ഗാനങ്ങളും ഒക്കെ ആലപിക്കും. എല്ലാവരും ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയിൽ ഇവിടെ ഒരുമിക്കണം. എല്ലാവരും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങൾ സബലീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട ആലപ്പുഴ റിസ്വാൻ ഉസ്താദ് അവറുകളെ ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്ലിസിലേക്ക് ആദരവോടെ ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് വിജയിപ്പിക്കട്ടെ. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആരും പോക്കളയരുത്. നമുക്ക് ദുആ ചെയ്തിട്ട് വേണം നമുക്ക് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കാൻ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിനെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി സനദി മാലി സിവാക ഫലാ അൽബി അലാ അഹദിൻ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
ദിക്റുൽ അംബിയാ വൽ ഇബാദ വദിക്റു സ്വാലിഹീന വകഫാറ. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഹിദായത്തുൽ അൻവാർ പ്രഭാഷണ മജ്ലിസിലെ മുഹിബ്ബീങ്ങളെ, അൽഹംദുലില്ലാ അൽഫമറ. ഒരിക്കൽ ഞാൻ ഈ മജ്ലിസിലെ നിങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ വീണ്ടും നിങ്ങളോടൊപ്പം അല്പം മദ്ഹുകൾ പാടാനും അവിടുത്തെ അല്പം അനുസ്മരണ ഗാനങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസമാണ്. സുൽത്താനുൽ ഔലിയ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജീലാനി തങ്ങളുടെ ആണ്ടിന്റെ മാസം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് മദ്ഹുകൾ കൂടി പാടി നമ്മൾ നിർത്തും. പിന്നെ നമ്മുടെ ഉസ്താദ് നൗഷാദ് ബാഖവി അവിടുന്ന് നിങ്ങൾക്ക് നസീഹത്ത് നൽകും, ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ ദർസിലായിരുന്നു, ഇന്നാണ് വന്നത്. ഇന്ന് വന്നപ്പോഴേ നമ്മുടെ ആ സുഹൃത്തായ നൗഷാദ് ഉസ്താദ് പറഞ്ഞു, നമ്മുടെ മജ്ലിസിൽ അല്പം മദ്ഹുകൾ പാടണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ പാടുന്ന മദ്ഹുകളും നമ്മൾ ചൊല്ലുന്ന മാലയും എല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ അവിടുത്തെ മദദ് നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ മദ്ഹിന്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ്. സ്വലാത്തിന് ഒരുപാട് പവിത്രതയുള്ള സമയമാണ്. വെള്ളിയാഴ്ച രാവിന്റെ സമയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ പ്രകീർത്തനങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ഈ സമയത്ത് നമുക്ക് പാടാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് കേൾക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ സ്വലാത്ത് നമുക്ക് ഈ സമയത്ത് ചൊല്ലാൻ സാധിച്ചു എന്നുള്ളത് അൽഹംദുലില്ലാ അത് വലിയ കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ലിങ്ക് എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾ കാരണം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാല്, അല്ലെങ്കിൽ നമ്മൾ കാരണം ആരെങ്കിലും മദ്ഹ് പാടിയാലും മദ്ഹ് കേട്ടാല് അതിന്റെ ഒരു വിഹിതം, അതിന്റെ ഒരു കൂലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൂടെ അല്ലാഹു തആല ഇട്ട് തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അല്ലാഹു തആല നമ്മൾ പറയുന്നതും പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ മദ്ഹിലേക്ക് കടക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മദ്ഹുകൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പാടണം എന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ, കഴിയുന്ന മദ്ഹുകളാണെങ്കിൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് പാടും. ബഗ്ദാദ് പൂകൾ പെറ്റ നാമമേ, ബലദുൽ ഔലിയാ മഹസ്ഥാനമേ, ബഹുമാന്യ വലി ഗൗസുൽ അഅ്ലമേ, ബറകാത്ത് നിറൈന്തൊരു ദേശമേ. ബഗ്ദാദ് പുകൾ പെറ്റ നാമമേ, ബലദുൽ ഔലിയാ മഹസ്ഥാനമേ, ബഹുമാന്യ വലി ഗൗസുൽ അഅ്ലമേ, ബറകാത്ത് നിറൈന്തൊരു ദേശമേ. ജീലാനിൽ ഉദയം ആലമിൻ അഭയം, ആഖിറ വഴിയിലെ സൂര്യോദയം, ജീവിതമഖിലം ഇൽമേറി സകലം, ആരിഫീങ്ങൾക്ക് മഹാൻ വിസ്മയം, ഹസനിയും ഹുസൈനിൽ മർക്കസാ, ഹസനാത്തിൽ നിറഞ്ഞൊരു ഫായിസാ, അഹ്ലു ബൈത്തിൻ നബീമാന തേജസാ, അതിരില്ലാത്ത വിജ്ഞാന ജ്യോതിസാ. ബഗ്ദാദ് പുകൾ പെറ്റ നാമമേ, ബലദുൽ ഔലിയാ മഹസ്ഥാനമേ, ബലദുൽ ഔലിയാ
മഹസ്ഥാനമേ ബറക്കാത്ത് നിറയുന്നൊരു ദേശമേ വാക്കെല്ലാം ദിക്റ ഖൽബുള്ളിൽ ഫിക്റ റബ്ബോടടുത്ത് മഹാൻ സക്കറ രാവെല്ലാം സഹറ സൗമിൽ നഹാറ ഹുബ്ബിൽ വിളയിച്ചൊരു സഹറ വാക്കെല്ലാം ദിക്റ ഖൽബുള്ളിൽ ഫിക്റ റബ്ബോടടുത്ത് മഹാൻ സക്കറ റാബെല്ലാം സഹറ സൗമിൻ നഹാറ ഹുബ്ബിൽ വിളയിച്ചൊരു സഹറ ഹസനിയും ഹുസൈനിൽ മർക്കസ ഹസനാത്തിൻ നിറഞ്ഞൊരു ഫായിസ അഹ്ലു ബൈത്തിൻ അഭിമാന തേജസ അതിരില്ലാത്ത വിജ്ഞാന ജ്യോതിസ ബഗ്ദാദ് പുകഴ് പെറ്റ നാമമേ ബലദുൽ ഔലിയാ മഹാസ്ഥാനമേ ബഹുമാന്യാവണി ഗൗസുൽ അഅ്ളമിൽ ബറക്കാത്ത് നിറയുന്നൊരു ദേശമേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മഹാനായ ഗൗസുൽ ആലം ജിലാനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണം. അല്ലാഹ് റഹ്മാനെ, ജിലാനി തങ്ങളുടെ അവിടുത്തെ മദ്ഹിന്റെ പ്രകീർത്തനങ്ങൾ ഞങ്ങൾ പാടി അല്ലാഹ് ഈ പരിശുദ്ധமான റബീഉൽ ആഖിർ മാസത്തിൽ അവിടെ അതിന്റെ എല്ലാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പാടും. അതിനുശേഷം നമ്മുടെ ബാക്കി ഉസ്താദ് നിങ്ങൾക്ക് നസീഹത്തും ദുആയും ഒക്കെ ചെയ്തു തരും. ഏതാണ് ഏതെങ്കിലും മദ്ഹുകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കേൾക്കാൻ കൊതിക്കുന്ന ഏതെങ്കിലും മദ്ഹുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ, എന്നാൽ കഴിയുന്ന എനിക്ക് അറിയുന്ന മദ്ഹുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പാടും ഇൻഷാ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദിയൗവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്, കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്കറിയാതെ പാടിടുന്നിവൻ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു عليك يا رسول الله الصلاة والسلام عليك يا حبيب
الله ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി ആഗ്രഹങ്ങളതേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ സ്വലാത്തു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله അള്ളാഹുവെ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഹബീബായ തങ്ങളെ ഒന്ന് കനവിൽ ഞങ്ങൾക്ക് കാണിച്ചു നൽകണം റഹ്മാനെ, നീ കാണിച്ചു നൽകണം അള്ളാഹുവെ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ മദ്ഹ് പാടുന്നത്, അതിനു വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത്. ഞങ്ങളുടെ ആഗ്രഹം നീ നടത്താതിരിക്കല്ല റബ്ബേ, എന്നെങ്കിലും ഉറക്കിൽ തങ്ങളെ നീ കാണിച്ചു നൽകണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് മദീനയിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഹതഭാഗ്യന്മാരാക്കി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ, നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാൻ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നസീബാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സ്നേഹം മരിക്കരുത് എന്നുള്ള പാട്ട് പാടണമെന്ന് ഒരാൾ കമന്റ് നേരത്തെ ചെയ്തിരുന്നു. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. പുഞ്ചിരിയിൽ ധർമ്മം ചൊല്ലി ലോകത്തിനേതാവ്, ചിന്തകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിൻ ജേതാവ്, നേര് തേടാൻ ആ ഹദീസുകൾ പരതി നോക്കൂ കണ്ടിടും, ഏത് കാലവും പ്രോജ്വലിക്കും തിരുവിമോചന പാടങ്ങൾ. കൈകൾ ചലിക്കും, കൈകൾ ചലിക്കും, കാലം മുഴുവൻ എഴുതിടേണം തിരുമദ്ഹിൻ മൊഴികൾ, കൂട്ടിടേണം കൂടെയെന്നും തിരുഹബീബരെ മൊഴിയുന്ന സൗഹൃദങ്ങൾ. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഒരാൾ ബുറുദ ചൊല്ലണമെന്ന് ഇങ്ങനെ കമന്റ് ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ബുറുദയുടെ ഒരു ഫസ്വല് ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല ബുറുദ ചൊല്ലാനായിട്ട് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മഹത്തായ ഖസീദത്തുൽ ബുർദ അല്പം ചൊല്ലി പരിശുദ്ധമാക്കപ്പെട്ട മുഹീദ്ദീൻ മാലയിലെ എരവ് ഭാഗം മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന അതും ചൊല്ലി ഞാൻ ഈ മജ്ലിസിനോട് വിട പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ നൗഷാദ് വാഖി ഉസ്താദ് നിങ്ങൾക്ക് നസീഹത്തും ദുആയൊക്കെ ചെയ്തു തരും. അല്ലാഹു തആല നമ്മൾ പാടിയ മദ്ഹെല്ലാം മദീന മുനവ്വറയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ബുർദയിലേക്ക് കടക്കുകയാണ്. ബുർദയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടുന്ന് വാദരോഗം പിടിപെട്ട് കിടപ്പിലായിരുന്ന സമയത്ത് രചിച്ച ഒരു ഖസീദയാണ് ബുർദ എന്ന് പറയുന്നത്. ആ ബുർദ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്ന ഭാഗമെത്തിയ സമയത്ത്
മഹാനവർകൾ ഇനി എന്താണ് എഴുതേണ്ടത് എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഉറക്കിൽ വന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന ബൈത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ബൈത്ത് അതുപോലുള്ള ഒരുപാട് ബുർദയുടെ അർത്ഥം നമ്മൾ ഒന്ന് ചൊല്ലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അത്രത്തോളം മഹത്തായ വരികളാണ് പരിശുദ്ധമാക്കപ്പെട്ട ബുർദയിലെ വരികൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ബുർദ ചൊല്ലുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه وعلى آله. الحمد لله منشئ الخلق من آدم ثم الصلاة على مختاري في القدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آمن تذكر جيران بدي سلامي ما زجت دمعا جرى من مقلة بدمي جل مولاي صل وسلم دائما على حبيبك خير للخلق كلهم أم هبت ريح من تلقاء كظيمتي وأومض البرق في والماء من إظامي فما لعينيك إن قلت كفو فهمتا وما لقلبك إن قلت استفق يهمي مولاي صل وسلم الله حبيبك خير للخلق كلهم يحسب الصب أن الحب منكتم ما بين منسجم منه وملطرم لولا الهوى لم ترق دمعا على طلال ولا أريق الباني بالعالم مولاي صل دائما أبدا على حبيبك خير الخلق كلهم فكيف تنكر حبا بعدما شهدت به عليك عدول الدمع وثقمي وأثبت المجد خط عبرتي إن بطن مثل البهار على خديك والعنم نعم سرى طيف من أهوى فأرقاني والحب يعترض لذاتي بالآلام مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا لائمي في الهبى لعذري معذرة مني إليك ولو عن
وصفت لم تلومي عادتك حالي لا سري بمستترين عن الغشاة ولا دائي بمنحسمي محلة النصح لكن لست أسمعه إن المحب عنين عذاني في الصمم إني اتحمت ناسي الشيب في عدني فالشيب أبعد في نسع عن التهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كل رضي الله عن عبد القادر رضي الله عن غوث الأعظام മുത്താൽ പാടച്ചേതു നിയാവിൽ നിൽക്കുന്ന മൂഫർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല റളിയല്ലാഹു عن عبد القادر رضي الله عن غوث الأعظام قال عزرائيل موت വാങ്ങും നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല ഫേടി ഫെരുത്ത ബിറകം പോകുന്ന ഫേർഫെറ്റ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല റളിയല്ലാഹു عن عبد القادر رضي الله عن غوث الأعظام സൂറവിളി കേട്ടിട്ടൊക്കെ ഫുറഫേട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല ഏഴ് മുഴമീട്ട് അടുപ്പിച്ചുദിക്കും നാൾ എൻകൾ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല റളിയല്ലാഹു عن عبد القادر رضي الله عن غوث الأعظام خوجا شفاعتي محي الدين تنكودي കൂട്ട് സുവർഗത്തിൽ ആലം മുടയോനേ ഹോജാവേദാംബരേ മംഗല്യം കാണുവാൻ മംഗലവേലകൾ കാണുവാൻ ഖാദിരി റളിയല്ലാഹു
റളിയല്ലാഹ് അൻ ഗൗസിൽ അഅ്ലാമി എന്നെയും എന്നോടെ ഉമ്മയും ബാവയോ അറിവൈ പഠിപ്പിച്ചേ ഉസ്താദന്മാരെയോ എന്നെയും മറ്റുള്ള മുഅ്മിനെല്ലാരെയോ എൻകൾ നബീന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാഹ് റളിയല്ലാഹ് عن عبد القادر الله عن غوث الأعلام പിശയേറെ ചെയ്ത് നട നോരാടിയാൻ്റെ പിശയും ഫോർത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ലാഹ് എല്ലാ ഫിഷയും ഫോറുക്കുന്ന നായനേ ഏറ്റം ഫോർത്ത് കൃപ ചെയ്ത അല്ലാഹ് ബിൽ കുതുബി റബ്ബാനി والغوث الصمد نجينا من كل آفات الله നല്ല സ്വലവാത്തു നല്ല സലാമയോ നിന്റെ മുഹമ്മദീ ഫെരിയോനെ റളിയല്ലാഹ് അൻ അബ്ദിൽ ഖാദിർ റളിയല്ലാഹ് അൻ ഗൗസിൽ അഅ്ലാമി صلوا على خير البشر اللهم صل وسلم وبارك عليه وعلى آله അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം നമ്മൾ ചൊല്ലിയ മദ്ഹുകൾ എല്ലാം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പിടച്ചിടുമീ ഹൃദയത്തിൻ്റെ തുടിപ്പൊഴിയും സമയം പടപ്പിനുണ്ടോ പടച്ചവൻ്റെ തുണയൊഴികെ അഭയം മരവിപ്പിൻ്റെ മനുഷ്യരൂപം അതിലൊഴിയും ചലനം മടക്കിത്തരാൻ അസ്റായിലും നിസ്സഹായനാ നിമിഷം അതികഠിനം റൂഹിൻ മടക്കം ശ്വസനം ലോകം കണ്ട നിൻ തുറന്നു വച്ച കണ്ണുകൾ രണ്ടും അടയും. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലത്തേക്ക് ധ്യാനം വിടുകയാണ്.
ഇനി ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. അള്ളാഹു ഇത്രയും നേരം നമ്മൾ ചൊല്ലിയ മദ്ഹുകളും അതുപോലെ തന്നെ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങളുടെ റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹിന്റെ പ്രകീർത്തനങ്ങളും അവിടുത്തെ തവസ്സുൽ ബൈത്തും എല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിന്റെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഹുർമത്ത് കൊണ്ട് ഫളീലത്ത് കൊണ്ട് നമ്മളുടെ ജീവിതം അള്ളാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മളുടെ മരണം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. മുത്തായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ പലരും ഖബറിലാണ്. റഹ്മാനെ, അവരുടെ എല്ലാം ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം. തമ്പുരാനെ, അവരുടെ മണ്ണറ നീ മണിയറയാക്കി നീ പരിഘോഷിപ്പിക്കണം റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേർക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണം റബ്ബേ. അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ പിതാവടക്കം അതുപോലെ തന്നെ ചില വീട്ടിലെ ഉപ്പയടക്കമുള്ള ആളുകൾ എല്ലാവരും ഗൾഫിലാണ് റബ്ബേ. അവർക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം റബ്ബേ, ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കെല്ലാം നീ ആഫിയത്ത് നൽകണം റബ്ബേ. കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണം റബ്ബേ. കടങ്ങളെല്ലാം നീ മാറ്റി നൽകണം റഹ്മാനെ. ഈ മജ്ലിസ് ഇവിടെ നടത്തുന്ന നൗഷാദ് ബാഖവി ഉസ്താദിന് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റബ്ബേ. അവിടുത്തെ കുടുംബ ജീവിതത്തിലൊക്കെ നീ വലിയ ബർക്കത്ത് കൊടുക്കണം റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലീകരിച്ച് നൽകണം റഹ്മാനെ. اللهم ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين وآخر دعوانا الحمد لله رب العالمين. دعاء بسيط ولغودي. السلام عليكم ورحمة الله تعالى وبركاته. ഇൻഷാ അല്ലാഹ് പോണം. ഒരു മദ്ഹ് പാടിയിട്ട് ഇൻഷാ അല്ലാഹ്. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സഹോദരന്റെ മദ്ഹ് ഗാനം, അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പാടിയ ആ ഇരവും മനോഹരമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് നല്ല ബോധിച്ചു ആ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മദ്ഹ് പാടിയത്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. നല്ല മദ്ഹായിരുന്നു. ഇനി ആദ്യമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 2 ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റും വെച്ച് നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ കണ്ണിനും കാതിനും അതുപോലെ തന്നെ ഹൃദയത്തിനും ഒക്കെ വല്ലാത്തൊരു സന്തോഷം അല്ലേ. നിങ്ങൾ ആ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അവിടെ ദർസിൽ പഠിക്കുകയാണ്. പള്ളിമുക്കില്, കൊല്ലം ജില്ലയിലെ പള്ളിമുക്കില് കൊല്ലൂർവിള, നിങ്ങൾക്കറിയായിരിക്കും കൊല്ലൂർവിള കൊച്ചുതങ്ങളുപ്പ എന്ന് പറയുന്ന മക്കാമിന്റെ അടുത്ത് തന്നെ ഒരു ദർസിൽ പഠിക്കുകയാണ്. പക്ഷെ അത് ലീവിന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പൊ യാദൃശ്ചികമായിട്ട് ഞാനിന്ന് കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോണ്ട, ഇന്ന് എന്നോടൊപ്പം കൂടിയിട്ട് കുറച്ച് മദ്ഹ് നമ്മുടെ ആൾക്കാർക്ക് പാടി കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടുകൂടി കയറി വന്നതാണ്. ഒരുപാട് ബുർദ മജ്ലിസുകളിലൊക്കെ നേതൃത്വം കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രമുഖരായ ബുർദ ആലപിക്കുന്ന മഹത്തുക്കളുടെ കൂടെയൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്, സംബന്ധിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വളർത്തട്ടെ, ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല കഴിവുള്ള ഒരു ആലിമീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്നത്തെ ദിവസം വന്നതിൽ നഷ്ടപ്പെട്ടോ? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? ഉസ്താദേ, തൊണ്ടയിൽ ചെറിയ തടുപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സുഖപ്പെടുത്തി തരട്ടെ. എന്തിനാണ് ബുർദ ഓതിയത്? പ്രവാചകൻ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ തവസ്സുലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം ആലപിച്ച എഴുതി രചിച്ച തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട ബുർദ. സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ആ മഹാനവറുകളുടെ രോഗത്തിന് ശിഫാ ആക്കിയ ബുർദ, അതാണ് അവർ പാടിയത്. ഇൻഷാ അല്ലാഹ് ഒക്കുന്നവരൊക്കെ അത് പഠിച്ച് പാടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിച്ചേ, എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കലുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. ഇനി നിങ്ങൾക്ക് വേണ്ടോ? ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച വരികയാണെങ്കിൽ നമുക്ക് പൊക്കിയെടുത്തോണ്ട് വരാം. എന്താ പറയുന്നത്? അല്ലാഹു തആല വളർത്തട്ടെ, ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചെറിയൊരു മജ്ലിസ് ഒരു വലിയ വിജയമാക്കിയ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വന്ന ഉസ്താദിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? നഫീസ KP ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. ഫാസിൽ മനു ഇഷ്ടപ്പെട്ടു, റസീന ഇഷ്ടപ്പെട്ടു, മീനു സുദി ഇഷ്ടപ്പെട്ടു, സുബൈദ മുസ്ലിയാർ ഇഷ്ടപ്പെട്ടു, ആഷിമു ജാഫർ ഇഷ്ടപ്പെട്ടു, ഉമ്മു ഹബീബ ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. എന്നെ ഇഷ്ടപ്പെട്ടോന്നല്ല കേട്ടോ, നിങ്ങൾ ആ മദ്ഹ് ഗാനം ഇഷ്ടപ്പെട്ടോന്നാണ്. നിങ്ങളത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറകിലോട്ട് നടിച്ചിട്ട് കേട്ടു നോക്കിയത്. നല്ല നല്ല റാഹത്തുണ്ട്. ഷമീർ ജെ ഉസ്താദ് മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഹബീബേ സലാം ഇനിയും കൊണ്ടുവരണേ ഉസ്താദേ ഇൻഷാ അല്ലാഹ്. റിയാദിൽ നിന്നാണോ? നിയാദ് നഫീസ് KP ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കൊണ്ടുവരാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നിയാസ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കളശ്ശേരി ഇഷ്ടമായി ഉസ്താദിനെ ഉന്നതിയിലെത്തിക്കട്ടെ. ആമീൻ. നസീറ ബീവി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സാജിദ യൂനുസ് ഒക്കെ വെളിയങ്കോട് നിന്ന്, മാഷാ അല്ലാഹ്. അവരുടെ കുടുംബം മുഴുവനും നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യൂനുസ് സാഹിബ് വെളിയങ്കോട് നിന്ന് അവരുടെ കുടുംബം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ, സ്വർഗ്ഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മൊയ്തീമാല ഇഷ്ടപ്പെട്ടു. അത് തന്നെ, മാഷാ അല്ലാഹ്. അതെ, എനിക്കും അത് തന്നെ, നമുക്കെല്ലാവർക്കും അത് തന്നെ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല ആ ഒരു ശബ്ദമൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. പാടാൻ എനിക്കും ആഗ്രഹം, പക്ഷേ എനിക്ക് പാടാൻ കണ്ടു പാടാനല്ലാതെ കാണാതെ ഒരു പാട്ടും അറിയില്ല. മദ്ഹാണെങ്കിലും പാട്ടാണെങ്കിലും കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഒപ്പിച്ചു പാടും എന്നല്ലാതെ സ്വന്തമായിട്ട് പാടാൻ ഇല്ലാത്ത പ്രയാസമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും കേൾക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. റാസിൽ കുടവാളം റസൽ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദെല്ലാം ഹാസിലാക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. 100 പേര് അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്. എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല കൊതുവാളം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മിൻഹാജ് ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. ദുആ ചെയ്യണം. റാബിയ KP ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഖബറിനെ കുറിച്ചിട്ടാണ്. ഖബർ നമ്മളെ വല്ലാതെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. തുടർന്നൊരു സ്വാലിഹായ മനുഷ്യനെ ആ ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയും ഇന്നലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞു വെച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മോശമായ മയ്യത്തിനെയാണ് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, സത്യനിഷേധിയും കപടവിശ്വാസിയുമാണ് മരിച്ചത് എങ്കിൽ ആ മയ്യത്തിനെയാണ് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിലോ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ സമീപം 2 മലക്കുകൾ കടന്നു വരുമെന്നാണ്. ആ 2 മലക്കുകൾ കടന്നു വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നേരത്തെ ആ മനുഷ്യനോട് ചോദിച്ചതുപോലെ തന്നെ, സ്വാലിഹായ മനുഷ്യനോട് ചോദിച്ചതുപോലെ ഈ മോശമായ മയ്യത്തിനോട് ചോദിക്കുമെന്ന്. ഈ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? ഇദ്ദേഹത്തിനെ നിങ്ങൾക്കറിയുമോ? ആ മനുഷ്യൻ പറയും, ഇല്ല ഞങ്ങൾക്കറിയില്ല, ഞാൻ എവിടെയോ കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്,
പക്ഷേ എനിക്ക് അദ്ദേഹം ആരാണെന്ന് അറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, പേരെന്താണെന്നറിയില്ല. പക്ഷേ ഞാൻ എനിക്ക് കണ്ടതുപോലെ എന്തോ ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മലക്കുകൾ പറയുമത്രേ, അറിയാമായിരുന്നടാ, നിനക്കറിയൂല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്നാലും ഞങ്ങളൊന്ന് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മുത്തുനബിയെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തില് മോശപ്പെട്ടു പോയ മനുഷ്യന്റെ രണ്ട് ചെവികളുടെയും ഇടയിൽ ഭാഗങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അവനെ ആഞ്ഞ് അടിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മോശമായ മയ്യത്താണെങ്കിലോ സുബ്ഹാനല്ലാഹ് അവനെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നു, ഈ മനുഷ്യനെ അറിയുമോ? മുഹമ്മദ് നബിയെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഈ മനുഷ്യൻ പറയും, എനിക്കറിയില്ല, ഞാൻ എവിടെയോ കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്, പേരും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദേഷ്യം വരുന്ന മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് ആ മോശമായ ചീത്തയായ മനുഷ്യന്റെ രണ്ട് ചെവിയുടെയും ഇടഭാഗങ്ങളിൽ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അടിച്ച് പ്രഹരിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ചെവികളുടെ ഇടയിൽ ഇങ്ങനെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോ ആ മനുഷ്യൻ കിടന്ന് ഖബറിൽ കിടന്ന് വല്ലാതെ അട്ടഹസിക്കുമെന്നാണ്, വല്ലാതെ അട്ടഹസിക്കുമെന്നാണ്. ആ അട്ടഹാസം മനുഷ്യനും ജിന്നും ഒഴികെ മറ്റ് സമീപത്തുള്ള ഖബറാളികൾക്കും അതുപോലെ തന്നെ ജിന്നിനും മനുഷ്യർക്കും ഒഴികെയുള്ള മറ്റ് എല്ലാ സൃഷ്ടികൾക്കും അവന്റെ അട്ടഹാസം, അവന്റെ കരച്ചില്, അവന്റെ നിലവില് അവൻ കേൾക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഈ മലക്കുകൾ കാണിക്കുന്ന പണി കണ്ടോ? ചീത്തയായ മനുഷ്യനാണെങ്കിൽ, മോശമായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ രണ്ട് വാരിയെല്ലുകൾ കൂർക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഞെരുക്കുമെന്നാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. രണ്ട് വാരിയെല്ലുകൾ കോർക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഞെരുക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലയോ? അല്ലാഹു തആല നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹ് നീ മാപ്പാക്കണേ അല്ലാഹ്, നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പേരക്കുട്ടികളുടെ കല്യാണം കടന്നു വരുവാണെന്ന് പറയുന്നു, നീ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നീ കൊടുക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മൻസൂർ സൈൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മകൾക്ക് ഖൈറായ ഇണയെ കിടക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വാലിഹായ ഇണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വാലിഹായ ഇണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പെൺകുട്ടികൾ വീട്ടിൽ വരെ നിറഞ്ഞു നിൽപ്പുണ്ട്. വാപ്പമാർക്ക്, ഉമ്മമാർക്ക് വീടില് ബാധ്യതകളായിട്ട് സുബ്ഹാനല്ലാഹ് വീട് നിൽക്കുന്നവരുണ്ടല്ലോ. 25 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളും 30-40 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിൽ പരനിറഞ്ഞു നിൽക്കുകയാണ്. ഒരാലോചനയും വരുന്നില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, വീടില്ലാത്തതിന്റെ പേരിൽ, സ്വർണമില്ലാത്തതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് അവർക്കെല്ലാം സ്വാലിഹായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉസ്താദേ, ഇത് മലപ്പുറത്ത് നിന്നാണ് ജംഷീന എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി. കുട്ടിക്കും അവർക്കും ശരീരത്തിനാകെ ചൊറിയാണ് അല്ലാഹ്. നീ
നീ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശിഫാ നൽകണേ അല്ലാ. താമായ ശിഫാ നൽകണേ അല്ലാ. പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. തൈറോയിഡിന്റെ അസുഖമുണ്ട്, സർജറി പറഞ്ഞിട്ടുണ്ട്, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അവിടെ ഓപ്പറേഷനുകളൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, കടങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മോളെ വീട് പണി നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവനിക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പണി പൂർത്തിയാവാനും മോനിക്ക് നല്ല ജോലി കിട്ടാനും മൈമൂന VP എന്ന സഹോദരി ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ട മകനിക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. നാസിയ സലീം അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിലാണ്, സുഖമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലാ. റിഫാസ് വേൾഡ് ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ചെറിയൊരു കുറിയുണ്ട്, നീ അവർക്ക് തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. സങ്കടപ്പെടുത്തല്ലേ അല്ലാ. ദുരിതത്തിലാക്കല്ലേ അല്ലാ. നീ വിഷമിപ്പിക്കല്ലേ അല്ലാ. അവരുടെയൊക്കെ കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന ഓരോ അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മാതാപിതാക്കളെയും നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു ഹഫ്സത്ത് എന്ന സഹോദരി, റബ്ബേ ടെൻഷനുകൾ മാറ്റണേ അല്ലാ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. രോഗങ്ങൾ ശിഫയാകുന്നതിന് വേണ്ടി ഫർഹാൻ റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശിഫാ കൊടുക്കണേ അല്ലാ. അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവാണല്ലോ അല്ലാ. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന രാവാണല്ലോ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. മോശമായ മനുഷ്യനെയാണ് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു തആല നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അല്ലാ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാം. കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബുഷറ ഹന്ന മോള് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന് സുഖമില്ല റബ്ബേ, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. മരുന്നില്ലാത്ത രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നാദിയ നസീർ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. തസ്ലീം റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ നീ സ്വസ്ഥതയും സമാധാനവും റാഹത്തും സന്തോഷവും റഹ്മത്തും നീ ചൊരിഞ്ഞു തരണേ അല്ലാ.
മകനിക്ക് സ്വാലിഹായ ഇണയെ കിട്ടുന്നതിന്, ഒരുപാട് കടങ്ങളുണ്ട് അത് വീട് കിട്ടുന്നതിന്, ഒരു വീടുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ എല്ലാം എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. നീ ഞങ്ങളുടെ ദുആ ഇന്ന് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. സംശയരോഗമാണ് ഭാര്യയ്ക്കും മക്കളും സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി, ഭർത്താവിന്റെ സംശയരോഗം മാറുന്നതിന് വേണ്ടി, നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. ഇന്ന് ആ ഖൈറായ ഒരു ആലോചന വന്നിട്ടുണ്ട്. റബ്ബേ അത് ഖൈറാക്കി തന്നെ കൊടുക്കട്ടെ. അല്ലാഹു നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വളരെ പ്രയാസത്തിലാണ്, എല്ലാം റാഹത്തിലാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ പാഴാക്കല്ലേ അല്ലാ, നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ സങ്കടപ്പെടുത്തല്ലേ അല്ലാ, നീ ദുരിതത്തിലാക്കല്ലേ അല്ലാ, നീ കടക്കിണിയിലാക്കല്ലേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. കുടുംബത്തിലെ റാഹത്ത്, സന്തോഷ, സമാധാനം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. നല്ലതുപോലെ പഠിക്കുന്നതിന് വേണ്ടി അക്ബർ ഷാ റബ്ബേ നീ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധി വികാസം കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. ഇരു ലോകത്തും നീ വിജയിപ്പിക്കണേ അല്ലാ, ഇരു ലോകത്തും നീ വിജയിപ്പിക്കണേ അല്ലാ. സ്വീകരിക്കട്ടെ. എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് പകരം തരാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ്, വിട്ടുമുറിയാത്ത പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് അതിലൊരു പിശുക്കും വരുത്തൂല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മജ്‌ലിസുള്ള കാലത്തോളം, എൻ്റെ ആയുസ്സുള്ള കാലത്തോളം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖബർ ശിക്ഷയുടെ കാരണങ്ങളിൽ ഒരുപാട് കാരണങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മകൻ 10ാം ക്ലാസ്സിലാണ്, ഓർമ്മശക്തി അല്ലാ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, അനുസരണയുള്ള മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്‌ലിസിന്റെ പ്രത്യേകതയാണ് ദുആ വസിയത്തുകൾ ചെയ്യുന്ന എല്ലാവർക്കും പരമാവധി നമ്മൾ കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യും. ഭർത്താവിന് ഹജ്ജിനും അവസരം ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഭാഗ്യം തരട്ടെ, അവർക്കും നമുക്കും ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ മുഴുകി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. 130 അല്ലെങ്കിൽ 140 ആളുകളോളം നമ്മുടെ മജ്‌ലിസ് വീക്ഷിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കിക്കേ, ഇതൊരു വലിയൊരു വിജയമായിട്ട് മാറും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്താൽ പകരം നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, മറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതെപ്പോഴും ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് ഇല്ലെങ്കിലും അതുപോലെ തന്നെ, ഉണ്ടെങ്കിൽ പോലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ, മറന്നാലും മറന്നില്ലെങ്കിലും ഒക്കെ അല്ലാഹു ഞങ്ങളുടെ ഹിദായത്തുൽ അൻവാറിന്റെ കുടുംബങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന ഒറ്റ വാക്കിലെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ദുആ ചെയ്യാതെ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല, പോകാറില്ല. അല്ലാഹു തആല എല്ലാവർക്കും മുറാദ് ഹാസിലാക്കട്ടെ. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം. ജാസി അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഷൈല അസീസ് മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു തആല മർഹമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സൈഫുന്നിസ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബ് സലാം ദുആ മദീ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാഅല്ലാഹ്. നാദിയ നസീർ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആഷിമു ജാഫർ ഇൻഷാഅല്ലാഹ്. ഷമീർ ജെ, പാത്തു, നിഷാദ് സാഹിബ്, ഉമറുൽ മുഖ്താർ, സൈഫുൽ ഖമർ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മിൻഹാജ് മിൻ മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാഅല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ
മജ്ലിസ് അല്ലാഹുവേ ബുർദ ചൊല്ലി തുടങ്ങിയ സ്വലാത്ത് ചൊല്ലി തുടങ്ങിയ മദ്ഹ് ഗീതം പാടി തുടങ്ങിയ മജ്ലിസ് നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിന്റെ അനുഗ്രഹീതമായ ഈ മജ്ലിസ് നീ പാഴാക്കല്ലേ അല്ലാ, സങ്കടപ്പെടുത്തല്ലേ അല്ലാ, ദുരിതത്തിലാക്കല്ലേ അല്ലാ. റബ്ബേ നീ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. ഖായിബാക്കി മടക്കല്ലേ അല്ലാ, ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ലുഖ്മാനുൽ ഹക്കീം മരണപ്പെട്ടുപോയ മകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ ഉന്നത കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബർ ശിക്ഷയുടെ കാരണങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഹദീസുണ്ട്. പ്രവാചകൻ ഒരിക്കൽ രണ്ട് ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന രണ്ട് ആളുകളെയും അല്ലാഹു തആല ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാ നീ കാക്കണേ അല്ലാ. പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് സ്വഹാബാക്കൾക്ക് ആ രണ്ട് ഖബറുകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, സ്വഹാബാ ഇന്നഹുമാ ലയുഅദ്ദിബാനി. ആ രണ്ട് ഖബറാളികളെയും അല്ലാഹു തആല ഇപ്പോ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ശിക്ഷിക്കുന്നതെന്നറിയോ? വമാ യുഅദ്ദിബാനി ഫീ കബീർ. അവരെ അങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗലി. പരസ്യമായിട്ട് നിന്ന് മൂത്രമൊഴിക്കുന്നവരായിരുന്നു, പരസ്യമായിട്ട് നിന്ന് മൂത്രമൊഴിക്കുന്നവരായിരുന്നു, മറയില്ലാതെ മൂത്രമൊഴിക്കുന്നവരായിരുന്നു, മൂത്രമൊഴിച്ചിട്ടത് ശുദ്ധിയാക്കാത്തവരായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുചിമുറികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ സൂക്ഷ്മത പാലിക്കുകയും നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ അത്തരം നജസ്സുകൾ പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അങ്ങനെ ശുചീകരണത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കഴുകാതെ നമ്മൾ എഴുന്നേറ്റ് വരാനും പാടില്ല. അങ്ങനെ കഴുകാതെ നിന്ന് മൂത്രമൊഴിച്ചിട്ട്, അതുപോലെ തന്നെ മറയില്ലാതെ മൂത്രമൊഴിച്ചിട്ട്, അശ്രദ്ധയോട് മൂത്രമൊഴിച്ചിട്ട്, വൃത്തിയില്ലാത്ത രീതിയിൽ നിസ്കരിച്ചിട്ടാ നിസ്കാരങ്ങൾ മുഴുവനും ബാത്തിലായി പോയിട്ട് ആ മനുഷ്യൻ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയിട്ട് ഖബറിൽ ചെല്ലുമ്പോ അവനെ അല്ലാഹു തആല ശിക്ഷിക്കുകയാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല ശിക്ഷിക്കുന്നത് സുബ്ഹാനല്ലാഹ് മൂത്രമൊഴിച്ചിട്ട് ശ്രദ്ധിക്കാത്ത മനുഷ്യനെയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ മജ്ലിസ് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. യാത്ര പോകുമ്പോ, ബസ് സ്റ്റാൻഡിൽ കയറുമ്പോ, വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ നിന്ന് മൂത്രമൊഴിക്കാറാ പതിവ്. അതുപോലെ തന്നെ വെള്ളമൊഴിക്കാതെ പോകലാ പതിവ്. സുബ്ഹാനല്ലാഹ്, അത്തരം അശ്രദ്ധ കാണിക്കുന്നവർ സൂക്ഷിക്കണം. നമസ്കാരം നിലനിർത്തേണ്ടവരാണ്, നിസ്കരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ഏതടിസ്ഥാനത്തിലാണ് അങ്ങനെ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്ത നിലയിൽ പോയി നിസ്കരിക്കേണ്ടി വരുന്നത്? അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന ആളാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫകാന യംശി ബിൻ നമീമ.
രണ്ടാമത്തെ ഖബറിൽ കടന്ന് പടച്ച തമ്പുരാന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഖബറാളി ആരാണെന്നറിയോ? നമീമത്ത് പറയുന്നവരാണ്, അഥവാ ഏഷണി പറയുന്നവരാണ്. ഒരു സംഭവം, ഒരു വീട്ടിൽ നടന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു രഹസ്യമായ കാര്യം, അത് തമ്മിൽ അടിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളെടുത്ത് പറഞ്ഞത് രസമുണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന, പരസ്പരം അടിയുണ്ടാക്കിപ്പിക്കുന്ന ഏഷണി പറയുന്നവരെ, പരദൂഷണം പറയുന്നവരെ, നിങ്ങളെ അല്ലാഹു തആല നാളെ ഖബറിൽ വെച്ച് തന്നെ ശിക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. ഏഷണി പറയുന്നവരാണ് നമ്മൾ അധികവും, പരദൂഷണം പറയുന്നവരാണ്, ഗീബത്ത് പറയുന്നവരാ, എല്ലാവരുടെയും പച്ചമാംസം തിന്നുന്നവരാ. പാടില്ല മോനെ, പാടില്ല മോളെ, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുമേ. അതുപോലെ ഫിത്നകൾ ഉണ്ടാക്കുന്ന, ഗീബത്ത് പറയുന്ന, ഏഷണി പറയുന്ന ആളുകളെ അല്ലാഹു നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കഠിനമായ ശിക്ഷയാ. അത് വലിയ കൊലപാതകത്തെക്കാൾ വലിയ പാപമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമതായിട്ട് ഖബറിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്ന വിഭാഗം ആരെന്നറിയോ? നിസ്കാര സമയത്ത്, ആ നിസ്കാര സമയത്ത് തന്നെ കിടന്നുറങ്ങുന്ന ആളുകളെ, നിസ്കാര സമയത്ത് തന്നെ ആ നിസ്കാരത്തിന് വേണ്ടി പോകാതെ മറ്റ് ജോലികളിലായി, മറ്റ് യാത്രകളിലായി സമയം തള്ളി നീക്കുന്നവരെ, നിസ്കരിക്കാൻ നിനക്ക് സമയമുണ്ടായിട്ട്, അവസരമുണ്ടായിട്ട് കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ ഇച്ചിരി കിടന്നുറങ്ങട്ടെ, ആ സമയത്ത് അലംഭാവം കാണിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ആളുകളില്ലേ? അതുപോലെ തന്നെ മറ്റു തിരക്കുകളിലേക്ക് നീങ്ങിപ്പോകുന്നവരില്ലേ? നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉണർന്നിരുന്നിട്ട് ആ തക്കം നോക്കി കുറച്ചും കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയവരില്ലേ? പിന്നെ നിസ്കാരം പോലും ഖളാ ആക്കിയവരില്ലേ? കല്യാണത്തിന്റെ ദിവസം നിസ്കാരം ഖളാ ആക്കിയവരുണ്ട്, പുതിയ പെണ്ണ് ഉൾപ്പെടെ, പുതിയാപ്പള ഉൾപ്പെടെ. ആ പുതിയാപ്പള പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നമസ്കരിക്കും, പക്ഷേ ഫർള് നമസ്കാരത്തിന് ആ മനുഷ്യനുണ്ടാവൂല. കല്യാണത്തിന്, നിക്കാഹിന് കൈപിടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചെറുക്കനാദ്യമേ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് നിക്കാഹ് കർമ്മത്തിലേക്ക് കടന്നിരിക്കും. പക്ഷേ ഫർളിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിക്കാഹ് കർമ്മം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുക്കനും അതുപോലെ തന്നെ പെണ്ണ് വീട്ടുകാരും അതുപോലെ അവരുടെ കുടുംബങ്ങളുമെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ഈ സഹോദരൻ നിസ്കരിക്കുന്നത് എപ്പോഴാ? പലപ്പോഴും നമ്മുടെ നിക്കാഹ് കർമ്മങ്ങളിൽ, അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളിൽ, കല്യാണ ചടങ്ങുകളിൽ, അതുപോലെ തന്നെ മറ്റു നമ്മുടെ യാത്രകളിൽ നിസ്കാരങ്ങൾ ഇതുപോലെ മാറ്റിവെക്കുന്നവര്, ഖളാ ആക്കുന്നവര്, അശ്രദ്ധയോടെ കാണുന്നവര്, ഉറങ്ങി തീർക്കുന്നവരെ, അവരെ ഖബറിൽ അല്ലാഹു ശിക്ഷിക്കുന്ന രംഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്, നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. എല്ലാരും ഒഴിവാക്കുന്ന 2 നിസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? എല്ലാരും ഒഴിവാക്കുന്ന 2 നിസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സുബഹിയും, 2 രണ്ട്
പോരട്ടെ. അസറിന്റെ സമയത്ത് ഭയങ്കര മടിയായിരിക്കും നമുക്ക്. ഏറ്റവും കൂടുതൽ അശ്രദ്ധമാകുന്ന സമയം അസർ, ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങുന്ന സമയം സുബഹി. നമുക്ക് എഴുന്നേക്കാൻ വല്ലാത്ത പ്രയാസ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സുബഹി നമസ്കാരത്തിലുള്ള നിസ്കാരമാണ്. സുബഹി നിസ്കാരത്തിലുള്ള സുബഹി നിസ്കാരമാണ്. എന്തേ കാരണം? ഉറക്കം എഴുന്നേറ്റ്, തണുപ്പത്താണെങ്കിൽ തണുപ്പത്ത്, മഴയത്താണെങ്കിൽ മഴയത്ത്, അതുപോലെ തന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, നമ്മളെ എഴുന്നേക്കാൻ ശൈത്താൻ സമ്മതിക്കാത്ത സമയം. എഴുന്നേക്കണ്ടടാ, കിടന്നു. അവിടെ നമ്മൾ നമ്മുടെ ഈമാനിന്റെ പവർ കൊണ്ട് നമ്മൾ അതിജയിച്ചിട്ട് പോടാ ശൈത്താനെ എന്ന് പറഞ്ഞ് നമ്മൾ ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആ നിസ്കാരമുണ്ടല്ലോ, അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. എല്ലാവരും അല്ല. അഫ്സൽ പി കെ പറയുന്നു എല്ലാരെയും പറയല്ലേ, എല്ലാരെയും അല്ല കേട്ടാ. സുബ്ഹാനല്ലാഹ്, കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലാണ് നമ്മൾ ഈ പറഞ്ഞത്. എല്ലാവരിലും എന്നുള്ള കാര്യത്തിലല്ല കേട്ടാ. പല ആളുകളും ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പള്ളിയിലെത്തിയിട്ട് നിസ്കാരത്തിന് ശേഷമേ മറ്റ് എന്ത് കാര്യത്തിനും അവർ ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ആളുകളുമുണ്ട്. അല്ലാഹു തആല നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ ഇന്ന് കഴിഞ്ഞ് ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ, ശാരീരികമായ സൗഖ്യം അല്ലാഹു കൊടുക്കട്ടെ, മാനസികമായ സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, എല്ലാ വേദനകൾക്കും നീ ശമനം കൊടുക്കണേ അല്ലാ, ശരീരസുഖം കൊടുക്കണേ അല്ലാ, പരിപൂർണ ആരോഗ്യം കൊടുക്കണേ അല്ലാ. കൊടുക്കുമ്പോൾ വസ്വാസ് കൂടുന്നു റബ്ബേ, ആ ശൈത്താന്റെ വസ്വാസുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, ശൈത്താന്റെ വസ്വാസുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. നസീറ ബഷീർ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സുബഹി നിസ്കാരം. രണ്ടാമത് അസർ. അസറിന്റെ സമയത്ത് നമ്മുടെ ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ച് നല്ല കിടന്നുറങ്ങാൻ പറ്റിയ ഒരു മൂകത നിറഞ്ഞൊരു സമയമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന ഒരു നിസ്കാരം ഏതാ? ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന നിസ്കാരം ഏതാ? അറിയോ? ഏതാണെന്നറിയോ? ഏത് വക്കത്തെ നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നറിയോ ആൾക്കാര്? പറയും മുഅ്മിനീങ്ങളെ, ആരാന്നറിയോ? ആരാന്നല്ല, സോറി, ഏത് നിസ്കാരമാണെന്നറിയോ? മഗ്രിബ് നമസ്കാരം. എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്ന നിസ്കാരമാണ് മഗ്രിബ് നമസ്കാരം. എന്നാൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ 5 വക്കത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന നിസ്കാരമാണേത്? മഗ്രിബ് നമസ്കാരം. ആ നിസ്കാരം നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി, ആത്മാർത്ഥത വേണ്ടെന്നല്ല കേട്ടോ, സുബഹിക്കില്ലാത്ത ആത്മാർത്ഥത മഗ്രിബിനുണ്ടാവും, പിന്നെ ഇശായിന് പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള മനുഷ്യന്മാരെ അല്ലാഹുവേ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കഠിനമായ ശിക്ഷയാണ് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കടയിൽ കച്ചവടത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് മുഹമ്മദ് ഫർഹാൻ, ഉസ്ര ആയിഷ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈമാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ദുആയിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കടയിൽ കച്ചവടം അല്ലാഹു തആല തന്നനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ സമയമില്ല. ഖുർആനിനെ അവഗണിച്ചവർക്ക്, നമസ്കാരിക്കാതെ കിടന്നുറങ്ങിയവർക്ക്, ജീവിതത്തിലെ കളവ് മാത്രം പറയുന്നവർക്ക്, പച്ച വ്യഭിചാരികൾക്ക് അല്ലാഹുവേ ഖബറിൽ വെച്ച് തന്നെ നീ ശിക്ഷകൾ നടപ്പാക്കുമല്ലോ. ഏഷണി പറയുന്നവർക്ക്, അതുപോലെ തന്നെ ഗീബത്ത് പറയുന്നവർക്ക്, സുബ്ഹാനല്ലാഹ്, ആ ഖബറിലെ അവസ്ഥകൾ നമ്മൾ എത്രത്തോളം നമ്മൾ നോക്കിക്കാണണം എന്റെ പ്രിയപ്പെട്ടവരെ. അത്തരം അവസ്ഥകൾ നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതിനാത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നല്ല സ്വാലിഹായ ജീവിതം നയിക്കുകയും ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ
കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതുമായ ഒരുപാട് കാരണങ്ങള്, ഖബർ ശിക്ഷയുടെ കാരണങ്ങള്, ആ ഖബറിൽ ശിക്ഷിക്കുന്ന രംഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരവസരത്തിൽ പറയാ. അല്ലാഹു നമുക്ക് കേൾക്കാൻ, ജീവിതത്തിൽ പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു. എല്ലാവരും സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഉബൈദ് കല്യാണം ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, ഭർത്താവിന് നിസ്കാരം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. നാദിയ നസീർ മഗ്രിബ്, അതെ ശരിയാണ്, മഗ്രിബ്. ഉമ്മു ഹബീബ, ആമീൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഫർഹാൻ FF, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് കാണുന്ന മുഴുവൻ കുടുംബങ്ങളെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖദീജ അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉമ്മു ഹബീബ, അതുപോലെ തന്നെ ഹബീബെ സലാം, ആഷിമു ജാഫർ, അല്ലാഹുവയുടെ കുടുംബങ്ങളിൽ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്തു കൊടുക്ക്. നമ്മുടെ മജ്ലിസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കൂ. എല്ലാ ദിവസവും നടക്കുന്ന മജ്ലിസുകളിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കൂ. ഇനി വീട്ടിൽ പോയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ചിലപ്പോൾ നമുക്ക് അവിടെ നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് മുടക്കേണ്ടി വരുന്നത്. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു 8:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയേക്കണം. ഉസ്താദിന്റെ ലൈവ് ഉണ്ടോ, പരിപാടി ഉണ്ടോ. ചിലപ്പോൾ ഇന്ന് ലിങ്ക് കിട്ടിയില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോകണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. എല്ലാവരും ഉണ്ടാവൂലേ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ? അല്ലാഹു തആല ബറക്കത്ത് തരട്ടെ. ആമീൻ. ജസീറ, സിറാജ്, ഖദീജ, മിൻഹാജ്, മിൻഹു, സുബൈദ, മൊയിൻ മുസ്ലിയാർ, മുഖ്താർ, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആലയുടെ മുറാദൊക്കെ ഹാസിലാക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂലേ? ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂലേ? അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ബുർദ കേട്ടില്ലേ? നല്ല മനോഹരമായ ഒരു ബുർദ. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറകിലോട്ട് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ബഹുമാനപ്പെട്ട റിസ്വാൻ ഉസ്താദ് പാടി നല്ല മനോഹരമായി. എനിക്ക് മുഹിദ്ദീൻ മാലയുടെ ഈരവൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന അനുഗ്രഹീത രാവാണ്. നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. കരച്ചിലുണ്ടാക്കി കരയാം. സങ്കടപ്പെട്ടുകൊണ്ട് ഇരു കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പറയാം. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടത് ആമീൻ പറയണം. പടച്ചവനെ എന്റെയും ഓരോരോ പ്രശ്നങ്ങൾ, എന്റെയും ഓരോരോ രോഗങ്ങൾ, എന്റെയും എല്ലാവിധ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടണം എന്നുള്ള നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ്. ഹസീന ബാബു, അല്ലാഹു തആല മക്കൾ 5 നേരം നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നിസ്കാരമുള്ളവരാക്കി അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ മജ്ലിസ് കാണുന്ന ഓരോ കുടുംബങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറിന്റെ കുടുംബങ്ങളാക്കണേ അല്ലാഹ്. റാഹത്തുള്ള സന്തോഷമുള്ള മനസ്സമാധാനമുള്ള കുടുംബങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ ടെൻഷനുകൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരിലുള്ള രോഗികൾക്ക് നീ രോഗശമനം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറപ്പുള്ള രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അലർജി സംബന്ധമായ, കിഡ്നി സംബന്ധമായ, വാൽവ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, പടച്ചവനെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, തൈറോയിഡ് പോലുള്ള, അൾസർ പോലുള്ള, പൈൽസ് പോലെയുള്ള മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, സുഖമില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് തൻവി എന്ന് പറയുന്ന സഹോദരൻ റബ്ബേ, വയറിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാണ്. അങ്ങനെ ദിവസവും അങ്ങനെ വേദനകളുള്ളവർ, കടിച്ചു നിന്ന് കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. താമായ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരു ന്യൂനതയും കൊടുക്കല്ലേ അല്ലാഹ്.
ഒരു വൈകൃതങ്ങൾ കൊടുക്കല്ലേ അല്ല, ഒരു വൈകല്യങ്ങളും വരുത്തല്ലേ അല്ല, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നൊരു വീഡിയോ കണ്ടു ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹുവേ, വല്ലാതെ സങ്കടപ്പെട്ടു പോയ അല്ലാ, വാപ്പയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ അല്ലാഹുവേ, വേറൊരു ബൈക്ക് അമിതമായ സ്പീഡിൽ വന്നിട്ട് വേറൊരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമക്കള് തൽക്ഷണം മരണപ്പെട്ടു പോയ ആ വീഡിയോ ഉൾപ്പെടെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ കാണാനിടയായി. റബ്ബേ, അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹോദരങ്ങളെ, വാഹനങ്ങൾ ഓടിക്കുമ്പോ നമ്മുടെ കൈകളിൽ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം കൊണ്ടുവരല്ലേ. ചില ആളുകൾക്കൊരു തോന്നലുണ്ട്, വണ്ടി അങ്ങോട്ട് കയറിയിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്തിന്റെയോ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുന്നത് പോലെ, പിന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മത്സരിക്കലായി, സുബ്ഹാനല്ലാഹ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നല്ല പറപറപ്പിക്കലായി, വളവെന്ന് നോട്ടമില്ല, അല്ലാഹുവേ കട്ടറുള്ള റോഡാണെന്ന് നോട്ടമില്ല, എതിരെ വണ്ടികൾ വരുന്നെന്നുള്ള നോട്ടമില്ല, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രഹസനത്തിന് വേണ്ടിയിട്ട്, റബ്ബേ, റീൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതിന് വേണ്ടിയിട്ട്, ടിക്ടോക്കിൽ ഇടുന്നതിന് വേണ്ടി, യൂട്യൂബിൽ ഇടുന്നതിന് വേണ്ടി, റബ്ബേ, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരാ. ആ പൊന്നുമകന് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. ആ പൊന്നുമകൻ തെറിച്ച് ഉയരങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്ന് റോഡിൽ വന്ന് അടിക്കുന്ന ഭയാനകരമായ കാഴ്ച കാണുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരല്ലേ, സ്പീഡ് നമുക്ക് പാടില്ല, അമിതമായ സ്പീഡ് നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് മറ്റുള്ളവരുടെ ദേഹത്തേക്ക് കൊണ്ട് കയറ്റി നമ്മൾ നഷ്ടങ്ങൾ ഉണ്ടാക്കി, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തി. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള അവസ്ഥകൾ ആരും ഉണ്ടാക്കരുതേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പടച്ചവനെ, അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലോ, കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലോ. ഞങ്ങളുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടു പോകുന്ന, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി പോകുന്ന അവസ്ഥയിലാക്കല്ലേ അല്ലോ, അവസ്ഥയിലാക്കല്ലേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലോ, ഉപകാരപ്രദമായ മക്കളാക്കണേ അല്ലോ, നാഫിയായ ഇൽമു നൽകണേ അല്ലോ, നിസ്കാരമുള്ളവരാക്കണേ അല്ലോ, പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പരസ്പരം പിണങ്ങി കഴിയുന്നവരുണ്ട്, കലഹിച്ച് കഴിയുന്നവരുണ്ട്, സംശയരോഗത്തിൽ കഴിയുന്നവരുണ്ട്, ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലോ, അവർക്ക് നീ എല്ലാവിധ നിഅമത്തുകളും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ, അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലോ, പരസ്പര സഹകരണവും സ്നേഹവും സന്തോഷവും ഐക്യവും കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ടൊരു ഭവനം കൊടുക്കണേ അല്ലോ, അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ. പടച്ചവനെ, വെളിയങ്കോട് നിന്ന് യൂനിസ് സാഹിബിന്റെ കുടുംബവും റബ്ബേ എല്ലാ ദിവസവും മജ്ലിസ് കാണുന്നവരാണ്. തൃശ്ശൂരിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, പടച്ചവനെ, ആലപ്പുഴ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്നല്ല അല്ലാഹുവേ, പൊന്നാനിയിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, ജോനകപ്പുറത്ത് നിന്ന്, അല്ലാഹുവേ, കാസർഗോഡ് നിന്ന്, ദ്വീപുകളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ മജ്ലിസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥർക്ക് റബ്ബേ നീ ഹിദായത്ത് കൊടുക്കണേ അല്ലോ, ആഖിബത്ത് നന്നാക്കണേ അല്ലോ, അല്ലാഹുവിടെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലോ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ, മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലോ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ. പുണ്യമാക്കപ്പെട്ട ഈ രാവിലെ ഞങ്ങളുടെ ദുആഇനെ നീ തള്ളിക്കളയല്ലേ അല്ലോ, തട്ടിക്കളയല്ലേ അല്ലോ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ, റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ.
അല്ലാഹുവേ വീട്ടിൽ ബാധിച്ച എല്ലാ സിഹിർ ദോഷത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. വയനാട് നിന്ന് കാണുന്നവരുണ്ട്, നീ അനുഗ്രഹിക്കണേ അല്ല. മേപ്പാടിയിൽ നിന്ന് അല്ലാഹുവേ സാഹിര്യങ്ങളുടെ സിഹിറുകളെ തൊട്ട്, കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട്, അയ്യബത്തുകാരുടെ അയ്യബത്തിനെ തൊട്ട്, നമീമത്തുകാരുടെ നമീമത്തിനെ തൊട്ടല്ല അബ്ബേ ഞങ്ങളെ നീ കാക്കണേ അല്ലോ. നിസ്കാരമുള്ള അനുസരണയുള്ള ഈമാനുള്ള സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല. ക്ഷമ നൽകണേ അല്ല, സമാധാനം നൽകണേ അല്ല. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ല, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ല, ഖൈറായ ശമ്പളം കൊടുക്കണേ അല്ല. ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല. എല്ലാവിധ നന്മയുടെ കവാടങ്ങളും തുറന്നു കൊടുക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല. അല്ലാഹുവേ റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല.